റീജനറേറ്റീവ് ഓർത്തോപെഡിക്സ് അല്ലെങ്കിൽ PRP ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാഹിദ് ലത്തീഫ്, കൊല്ലം NS ഹോസ്പിറ്റൽ ഓർത്തോപെഡിക് സർജനാണ്. എന്താണ് റീജനറേറ്റീവ് ഓർത്തോപെഡിക്സ്? നമ്മുടെ ശരീരത്തുള്ള പല സെല്ലുകൾ എടുത്തിട്ട് അത് നമുക്ക് ഇഞ്ചുറി ഉള്ള ഭാഗത്ത് ഇഞ്ചെക്ട് ചെയ്ത് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനും ഹീലിംഗ് ഉണ്ടാക്കാനും ഉദ്ദേശിച്ചുള്ള ട്രീറ്റ്മെന്റിനാണ് റീജനറേറ്റീവ് ഓർത്തോപെഡിക്സ് എന്ന് പറയുന്നത്. റീജനറേറ്റീവ് ഓർത്തോപെഡിക്സിനായി നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്ന മെത്തേഡ്സ്: 1 പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, 2 സ്റ്റെം സെൽ തെറാപ്പി, 3 അഡിപ്പോസ് ടിഷ്യൂ, 4 അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ പ്ലാസെന്റൽ ടിഷ്യൂ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 1 പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ. എന്താണ് PRP? അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് വിഡ്രോ ചെയ്ത് അത് സെൻട്രിഫ്യൂജ് ചെയ്ത്, അതായത് ഒരു മെഷീനിൽ വെച്ച് ആ ബ്ലഡ് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ പ്ലേറ്റ്ലെറ്റ് എന്ന ഭാഗം മാത്രം വേർതിരിച്ചിട്ട് ആ എടുക്കുന്ന പ്ലേറ്റ്ലെറ്റ് നമുക്ക് ഇഞ്ചുറി ഉള്ള ഭാഗത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നതിനാണ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി എന്ന് പറയുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുന്ന മറ്റ് ടിഷ്യൂസ് ആണ് സ്റ്റെം സെൽ. അത് നമ്മുടെ മജ്ജ എടുത്തിട്ട് അതിൽ നിന്ന് സ്റ്റെം സെൽ സെപ്പറേറ്റ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെയാണ് അഡിപ്പോസ് ടിഷ്യൂ പ്ലാസെന്റൽ തെറാപ്പിയും. അഡിപ്പോസ് എന്നാൽ നമ്മുടെ ഫാറ്റ് സെൽസ് എടുത്തിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നതിനും, പ്ലാസെന്റ എന്ന് പറയുന്ന മറുപുള്ളയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സെല്ലുകൾ വേർതിരിച്ച് ഇഞ്ചെക്ട് ചെയ്യുന്നതിനുമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചു വരുന്നത് PRP ട്രീറ്റ്മെന്റ് ആണ്. അതിനാൽ PRP കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ നിന്ന് നമ്മൾ പ്ലേറ്റ്ലെറ്റ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഇഞ്ചെക്ട് ചെയ്യാം. അതായത് കോമണായി ഇത് ഉപയോഗിക്കുന്നത് തേയ്മാനം, ലിഗമെന്റ് ഇഞ്ചറി, ടെൻഡൺ ഇഞ്ചറി, സ്ഥിരമായിട്ടുള്ള ഉപ്പൂച്ചിയുടെ വേദന, നീര് സ്ഥിരമായിട്ട് നിൽക്കുന്ന അവസ്ഥകൾ, ഇങ്ങനെയുള്ള പല കണ്ടീഷൻസിനും PRP ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. PRP ട്രീറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതായത് തേയ്മാനമാണെങ്കിൽ തേയ്മാനം തുടങ്ങുന്ന അവസ്ഥയിൽ ഉപയോഗിച്ചാൽ PRP ഒരു പരിധിവരെ ഗുണം ലഭിക്കാം. നമ്മൾ PRP ഇഞ്ചെക്ട് ചെയ്യുന്ന സ്പോർട്സ് ഇഞ്ചറീസിന്റെ കാരണം സ്പോർട്സിന്റെ രീതിയാണോ അതോ അവിടുത്തെ മസിൽ ഇഞ്ചറി ആണോ എന്നുള്ള മനസ്സിലാക്കിയിട്ട് ഈ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അത് ഫലപ്രദമാകും. ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു പ്രവണതയാണ് തേയ്മാനം നല്ല രീതിയിൽ കൂടിയതിനു ശേഷം പലപ്പോഴും പല ഡോക്ടർമാരും സർജറി പറയുകയും എന്നാൽ സർജറി ഇല്ലാതെ തേയ്മാനം മാറ്റാം എന്നുള്ള പ്രതീക്ഷയിൽ പേഷ്യന്റ് PRP ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഈ അവസ്ഥയിൽ ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് നമുക്ക് ഒരു ടെമ്പററി റിലീഫ് കുറച്ച് നാളത്തേക്ക് കിട്ടിയേൽക്കാം. പലപ്പോഴും PRPയുടെ കൂടെ ഇതിന് പെയിൻ കുറയ്ക്കാനുള്ള മരുന്നുകൾ ആഡ് ചെയ്തും കൂടി ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 3 മുതൽ 6 മാസം വരെയൊക്കെ പെയിൻ കുറഞ്ഞു നിൽക്കാം. പക്ഷേ അതിനുശേഷം പിന്നെയും വേദന കൂടുകയും സർജറി അനിവാര്യമായി വരുന്ന സാഹചര്യമാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ OPDയിൽ വെച്ച് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചക്ഷൻ ആയതുകൊണ്ടും നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഒരു ഘടകം ഇഞ്ചക്ട് ചെയ്യുന്നതിനാലും PRP എടുക്കുന്നതിന് മറ്റ് ദൂഷ്യഫലങ്ങളൊന്നുമില്ല. ചില ആളുകൾക്ക് PRP എടുത്തതിന് ശേഷം ആദ്യത്തെ 1-2 ദിവസം ഒരു തരിപ്പ് ആ ജോയിന്റിൽ അനുഭവപ്പെടാം. എന്നാൽ അത് ക്രമേണ കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ PRPയെ കുറിച്ച് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ തേയ്മാനത്തിന്റെ തുടക്കത്തെ അവസ്ഥയിൽ PRP ഇഞ്ചക്ഷൻ നമ്മൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതിന്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് 100% ആയിട്ടൊരു എവിഡൻസ് ബേസ്ഡ് റിസൾട്ട് വരാൻ ഇനിയും ഒരു 5-10 വർഷമുള്ള റിസൾട്ട് പരിശോധിച്ചാലേ മനസ്സിലാവും. ഇതുപോലെ തന്നെയാണ് ബോൺ മാരോയിൽ നിന്ന് സ്റ്റെം സെൽ സെപ്പറേറ്റ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുന്നതും നമ്മുടെ ഫാറ്റ് സെൽസിൽ നിന്ന് അഡിപ്പോസ് ടിഷ്യൂ ഇഞ്ചെക്ട് ചെയ്യുന്നതും ഒക്കെ. ഈ ട്രീറ്റ്മെന്റിൽ ഏതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇത് ഏത് സാഹചര്യങ്ങളിലാണ് 100% നമുക്ക് റിസൾട്ട് തരിക, ഇതെല്ലാം നമുക്ക് ഒരു ലോങ് ടേം ഹൈ ലെവൽ സ്റ്റഡി നടത്തി അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ. എന്നാൽ ഇപ്പോഴുള്ള എവിഡൻസ് വെച്ചിട്ട് മുട്ട് തേയ്മാനത്തിന്റെ ഏർലി സ്റ്റേജുകളിലും മറ്റ് ക്രോണിക് ആയിട്ടുള്ള ടെൻഡൺ ഇഞ്ചറീസ്, ലിഗമെന്റ് ഇഞ്ചറീസ് എന്നിവയിലൊക്കെ നമുക്ക് PRP എടുത്ത് ട്രൈ ചെയ്യാവുന്നതാണ്. PRPയെ കുറിച്ച് കൂടുതൽ ഡൗട്ടുകളോ മറ്റ് ഇൻഫർമേഷനോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. താങ്ക് യു സോ മച്ച്.